ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്ന കേട്ടോ. പനിയൊക്കെ മാറി, എന്നാലും ചെറുതായിട്ടുണ്ട്. മാറിയെന്ന് തീർത്ത് പറയാനൊക്കുന്നില്ല. പിന്നെ രാവിലത്തെ കാപ്പി എനിക്ക് എന്തുവായിരുന്നെന്നറിയാവോ? വീട്ടിലെ ഉപ്പുമാവായിരുന്നു, റവയുടെ ഉപ്പുമാവായിരുന്നു. പഴവോ കറിയോ ഒന്നുമില്ലായിരുന്നു, വെറും ഉപ്പുമാവ് മാത്രം. പിന്നെ ഉച്ചയ്ക്കെന്ന് വെച്ചാൽ ചോറും പിന്നെ നെത്തോലിയും പിന്നെ ചാളയും കൂടെ മിക്സായത് ഒന്നിച്ചുള്ളത്, അത് കറി വെച്ച്. അങ്ങനെ മേടിച്ചപ്പോഴേ അങ്ങനെ കിട്ടിയത്. വേറെ ഒരു കറിയും ഇല്ല, ഒന്നുമില്ല. ഉള്ളപ്പോൾ ഉണ്ടെന്ന് പറയും, ഇല്ലാത്തപ്പോൾ ഇല്ലെന്ന് പറയും. എൻ്റെ കാര്യം അത്രയ്ക്കേ ഉള്ളൂ. എനിക്ക് കള്ളമൊന്നും അറിയത്തില്ല, പറയാനോ എടുക്കാനോ ഒന്നും. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങളാണ് ഞാനെല്ലാം പറഞ്ഞിരുന്നത്. ഇനി ആരെങ്കിലും പൊങ്കാല ഇട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്ത് പറഞ്ഞാൽ ഞാൻ ഉള്ളതുപോലെ സത്യങ്ങൾ പറയുക. അല്ല എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്, എനിക്ക് അങ്ങനെ ഇങ്ങനെ അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. ഞാനുള്ളതുപോലെ പറയാം, എനിക്കറിയാവുന്ന പോലെ എല്ലാം പറയും തെളിച്ച്. പിന്നെ കൊച്ചുമോൻ പഠിക്കാൻ പോയേക്കോ പള്ളിക്കൂടത്തിൽ, വന്നില്ല, വരാറായി. കൊച്ചുമോള് അംഗനവാടി പോയിട്ട് വന്ന് കുളിക്കുന്നു. ഇനി അക്ഷരം പഠിപ്പിക്കാൻ കൊണ്ടുവിടണം. പിന്നെ ചേട്ടൻ പണിക്ക് പോയി, വന്നില്ല. 5:30 വരുമ്പോൾ. ചേട്ടൻ പനിയൊക്കെ കുറവുണ്ട്. പിന്നെന്തുവാ, പിന്നെ അനിയത്തെയും ചേച്ചിയൊക്കെ വിളിക്കുന്നുണ്ട്. എല്ലാവരും നാട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട്. അവരെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് പറഞ്ഞ്. പിന്നെ നിങ്ങൾ ചോദിക്കുമായിരിക്കും ഞാൻ ഇപ്പോൾ എന്താ മരുമോൻ്റെ കാര്യം പറയാത്തതെന്ന്. മരുമോൻ വണ്ടി ഓടാൻ പോവാ കേട്ടോ. ടെമ്പോയൊക്കെ ഓടാൻ പോകുന്നു, എല്ലാ വണ്ടിയും ഓടിക്കും. അങ്ങനെ വെമ്പായത്തിൽ നിന്നാണ് വണ്ടി ഓടിക്കുന്നത്. അല്ല, നിങ്ങളെപ്പോഴും ഓർക്കുമായിരിക്കും, ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുമായിരിക്കും. എല്ലാവരുടെയും കാര്യം പറയുന്നത്, മരുമോൻ്റെ കാര്യം എന്താ പറയാത്തതെന്ന്. മരുമോൻ്റെ കാര്യം ഇപ്പം പറഞ്ഞു കേട്ടോ. പിന്നെന്താ ഉണ്ട് വിശേഷങ്ങൾ? എന്തുമായിരുന്നു കൂട്ടുകാരുടെയൊക്കെ വീട്ടിലെല്ലാവർക്കും കറിയൊക്കെ? ഞാൻ കറിയും ചോറും എല്ലാം പറയുമല്ലോ. എല്ലാവരും കമൻ്റൊക്കെ ഇട്ട് പറയണം ഓരോ കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ ഞാനെല്ലാ സത്യങ്ങളാണ് പറയുന്നത്. പിന്നെ എല്ലാവരുടെ അച്ഛനും അമ്മയൊക്കെ സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ കൂട്ടുകാരൊക്കെ ജോലിക്കൊക്കെ പോയോ? പിന്നെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല, ഇതൊക്കെ തന്നെ പറയാനുള്ളു. പിന്നെ ഇങ്ങനെ പോന്നു, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ എല്ലാം മുറ പോലെ ഇങ്ങനെ പോകുന്നുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എന്നാൽ ശരി, ടാറ്റാ.